വയനാട്ടിലെ പൊതുസ്ഥലത്തെ പ്രചാരണ ബോർഡുകൾ നീക്കം ചെയ്ത ഉദ്യോഗസ്ഥരെ ബി.ജെ.പി. കയ്യേറ്റം ചെയ്തു എന്നാണ് വാർത്ത. കെ.ആർ. അനൂപ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനൂപ്, എന്തായിരുന്നു സംഭവം? പ്രചാരണ ബോർഡുകൾ വെക്കുന്നത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ മാനദണ്ഡങ്ങളും ചട്ടങ്ങളുമുണ്ട്. ഇത് ലംഘിച്ചാണ് ബി.ജെ.പി. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ വിധത്തിൽ വ്യാപകമായി പൊതുസ്ഥലങ്ങളിൽ നഗരപ്രദേശങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ അനുമതികളൊന്നുമില്ലാതെ പ്രചാരണ ബോർഡുകൾ സ്ഥാപിക്കുന്നത് നേരത്തെ തന്നെ ജില്ലയിൽ വലിയ പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും കാരണമായതാണ്. നേരത്തെ സ്മൃതി ഇറാനിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടെല്ലാം ഇതേ വിധത്തിൽ ബി.ജെ.പി. പൊതുസ്ഥലങ്ങളിൽ പ്രചാരണ ബോർഡുകൾ വയ്ക്കുകയും അത് സംബന്ധിച്ച പരാതികൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതിനിടെയാണ് ഇന്ന് വീണ്ടും മാനന്തവാടിയിൽ ഇത്തരത്തിലൊരു സംഭവം. മാനന്തവാടിയിൽ ബി.ജെ.പി. പ്രചരണ ബോർഡുകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി ഉള്ളൊരു വാക്കേറ്റവും കയ്യേറ്റവുമാണ് നടന്നിരിക്കുന്നത്. അതിന് കെ സുരേന്ദ്രൻ തന്നെ ബി.ജെ.പി. സ്ഥാനാർത്ഥി എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ തന്നെ നേതൃത്വം നൽകി എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബി.ജെ.പി. തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ സ്വാഗതം ചെയ്യുന്ന ബോർഡുകളാണ് ഈ വിധത്തിൽ പൊതുസ്ഥലങ്ങളിൽ ബി.ജെ.പി. സ്ഥാപിച്ചത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇത് അപ്പോൾ തന്നെ ഈ നഗരത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ ശ്രമിച്ചു. അവർ ഈ ബോർഡുകൾ എടുത്ത് വാഹനങ്ങളിൽ കയറ്റി. ഇതോടുകൂടിയാണ് ഒരു സംഘം പ്രവർത്തകർ സംഘടിച്ചെത്തി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഈ വിധത്തിൽ വാക്കേറ്റവും കയ്യേറ്റവും നടത്തിയത്. സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും ആ സമയത്ത് ഈ സ്ഥലത്തെത്തി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയും വാക്കേറ്റം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടത്തുകയുമുണ്ടായി. 1 മണിക്കൂർ ബോർഡ് വെക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി ഉണ്ടെന്നാണ് കെ സുരേന്ദ്രൻ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. എന്നാൽ ഉദ്യോഗസ്ഥർ സമ്മതിച്ചില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിധത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഈ ബോർഡുകൾ തിരിച്ച് വാഹനത്തിൽ കയറ്റിയതിനു ശേഷം എടുത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചതിന് ശേഷം പ്രവർത്തകർ സംഘടിച്ചെത്തി ബോർഡുകൾ പിടിച്ചു വാങ്ങി ഈ റോഡരികിൽ വെക്കുന്ന ഒരു കാഴ്ചയും മാനന്തവാടിയിൽ നടന്നു. ഏതായാലും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള കെ സുരേന്ദ്രൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കാൻ ഇവിടെ നേതൃത്വം നൽകിയത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ വയനാട്ടിൽ നടക്കുകയാണ്. ഇതിനെതിരെ CPI ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയുമാണ്. ശരി, പൊതുസ്ഥലത്തെ പ്രചാരണ ബോർഡ് നീക്കം ചെയ്ത തർക്കവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചതായി പരാതി. വിശദാംശങ്ങളാണ് കെ.ആർ. അനൂപ് വയനാട്ടിൽ നിന്ന് നൽകിയത്.